അത് റേറ്റ് ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ഒരു 4.5 ആക്കി കൊടുക്കാലോ. വണ്ടിക്ക് റേറ്റ് എത്രയാ? 4 ലക്ഷം രൂപ. 7 ലക്ഷത്തി സംതിങ് ഉണ്ട്. പുതിയൊരു വാഗണാർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് എടുക്കുന്നത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ മുതലാണോ? വാല്യൂ ഫോർ മണി അല്ലേ? 20 മോഡൽ ടർബോ പെട്രോൾ മഹീന്ദ്ര HV 300 അതെ, ഫുൾ ലോണ്. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എടക്കാട് പോലീസ് സ്റ്റേഷനാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ണൂർ തലശ്ശേരി ഹൈവേ ആണ്. ആ ഒരു ഹൈവേക്ക് തൊട്ടടുത്തായിട്ടുള്ള പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഡീലർഷിപ്പിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെയുള്ള വണ്ടികളെ പറ്റി പറയുകയാണെങ്കിൽ വില കുറവുണ്ടാവും. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലോണ്, ക്യാഷ് ബാക്ക്, അതേപോലെ തന്നെ 2 വർഷത്തോളം മഹീന്ദ്ര നൽകുന്ന വാറണ്ടി, ഇതെല്ലാം തന്നെ ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഹബ്ബാണ്. ലോ ബഡ്ജറ്റ് മുതൽ അത്യാവശ്യം പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾ വരെ വാറണ്ടിയോടെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. ഇത്രയ്ക്ക് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അതിനാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. അടുത്ത ഒരു 2019 i20 മാഗ്ന റേറ്റ് എങ്ങനെയുണ്ട്? നല്ല റേറ്റ് ആണോ? അത് എത്ര ഉണ്ടാവും? ഒരു ഇത് മാത്രം ഒന്ന് വില പറ, എത്രയുണ്ട്? 2019 i20 മാഗ്ന. അല്ല, i20 സാധാരണ ഇവിടെ റേറ്റ് അത്യാവശ്യം കുറവ് കാണാറുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ സ്പോർട്സ് നമ്മൾ 3 റേഞ്ചിലായിട്ട് നമ്മൾ 16 മോഡൽ സ്പോർട്സ് 16 മോഡൽ സ്പോർട്സ് 3.5 റേഞ്ചിലെ കണ്ടു. 3.95 റേഞ്ചിൽ കണ്ടിട്ടുണ്ട്. ഇത് മാഗ്ന 2019. അതെ, അതേ റേഞ്ചിൽ വരുമോ? എത്ര കൊടുക്കണം? അതേ റേഞ്ചിൽ വരുമോ? 19 മോഡലാണ്. അതന്നെ. എയർ ബാഗ് വരുന്നുണ്ടോ? 2 AC പോർഷൻ. ചെറിയ ആക്സിഡന്റ് ഉണ്ട് വണ്ടിക്ക്. ആക്സിഡന്റ് ഉണ്ട്. അപ്പൊ പിന്നെ എന്തായാലും 4 താഴത്തേക്ക് കണ്ടാൽ മതി. 4 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. ഓക്കെ, നല്ല വണ്ടി. വാറന്റി കൊടുക്കാൻ പറ്റുമോ? വാറന്റി കൊടുക്കാം. 1 lakh കിലോമീറ്റർ എത്തിയിട്ടുണ്ട്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ. അപ്പൊ 1 lakh കിലോമീറ്റർ ഓടിയതിനെ കൊണ്ട് വാറന്റി കൊടുക്കാൻ പറ്റും? വാറന്റി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. എയർ ബാഗ് കാര്യങ്ങൾ, വർക്ക്, ആക്സിഡന്റൽ വർക്ക് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്യാം. പിന്നെ നല്ല ഫാൻസി നമ്പർ വന്ന് i20 120 എന്നുള്ള ഫാൻസി നമ്പർ ഉണ്ട്. അതെ, i20ക്ക് ചെറിയൊരു ജനറൽ സർവീസ് എന്തായാലും ചെയ്യണല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ നേരെ ബാക്കിൽ വരുന്നത് നമ്മളൊരു ഓൾട്ടോ K10 ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക്. മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. 15 മോഡൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവുക. ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞ കിലോമീറ്റർ എത്ര? 6000. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ആണത്. അങ്ങനെ കഴിക്കല്ലേ? പിന്നെ ഉള്ളിലെല്ലാം നല്ല നീറ്റ് വണ്ടി. പിന്നെ പുതിയൊരു കിഡ് ഒരു ഓൾട്ടോണ്ണൂർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന കണ്ടീഷനുള്ള വണ്ടിയല്ലേ? വണ്ടി ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട് മൂപ്പർക്ക്. എന്താ ആക്സിഡന്റ് ഹിസ്റ്ററി? എന്റെ ഒരു മെയിൻ ക്ലാസ് ഒന്ന് പോയിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്കൊരു 3.20 ഫൈനൽ കൊടുക്കാം. 3.20 2015 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി. 15 ഓട്ടോമാറ്റിക്. കിലോമീറ്ററിന്റെ കുറവുണ്ട്. പക്ഷെ നമ്മൾ 16 ഒക്കെ കാണുന്ന റേറ്റിലാണ് വന്നിട്ടുള്ളത്. കിലോമീറ്ററിൽ വ്യത്യാസമുണ്ട്. പക്ഷെ റീപ്ലേസ്മെന്റ് വരുന്നുണ്ട് അല്ലേ? അതെ. വാറണ്ടി ചെയ്യാൻ പറ്റും നമുക്ക് മഹീന്ദ്രയുടെ? 1 year വാറണ്ടി എന്തായാലും ചെയ്യാൻ പറ്റും. 1 year വാറണ്ടി ചെയ്യാൻ പറ്റും. അടുത്തത് കിഡ് ആണ്. കിഡ് 2000 ന്യൂ ഷേപ്പ് 21 വണ്ടി. ഓക്കെ. 800cc അല്ലേ? ഇത് 1000cc ആണ്. റീനോ കിഡ് 1000cc 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? ന്യൂ ഷേപ്പ് വരുന്നതാണ്. അതെ. 2 എയർ ബാഗ് വരുന്നുണ്ടാവും. RHC 1000cc അകത്ത്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷൻ വണ്ടി. ഓക്കെ. വണ്ടി ലോക്കാണ്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്ക് ഇതിനൊരു 4 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 2020 കിഡ്. 21 കിഡ്. കിലോമീറ്റർ 12 കിലോമീറ്റർ 15,000 കിലോമീറ്റർ. ഓക്കെ. അല്ല, കുറെ വണ്ടി കൺഫ്യൂഷൻ ആവും. 2013 ഓട്ടോമാറ്റിക് ഒരു കുറച്ച് കുട്ടി ZX എന്ന് പറയുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ. എന്താ സുഖം എന്ന് അറിയോ? നല്ല കേറി പോകും. 100 കത്തില്ലേ? ഞാൻ ഒരു 120 പോലെ എത്തിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല പവറുള്ള വണ്ടി. ലോങ്ങില് ഒരു കുട്ടി ജെറ്റ് എന്ന് പറയാം. അല്ല, ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അത്ര റിഫൈൻഡ് എഞ്ചിനാണ്. ഹൈ എൻഡിൽ പോലും അത്രയും സ്മൂത്ത് ആണ്. ഫീച്ചർ സൈഡിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും. 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, ഇത്രയൊക്കെ ആയിരിക്കും ബേസിക് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. ZX എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹോണ്ട ബ്രയോന്റെ. അതെ.
പിന്നെ റീ വണ്ടിയാണ്. വണ്ടി. അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് അത് പറഞ്ഞേ. ഓട്ടോമാറ്റിക്. ഓക്കെ. ഇതില് CVT അല്ലേ? CVT ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. അതെ. യെസ്. പിന്നെ റേറ്റ് എത്ര വരുന്നത്? പിന്നെ അബി ZX അല്ല VX ആണ്. ZX ആ ടൈം ഇറങ്ങിയിട്ടില്ല. ഇല്ല ഇറങ്ങിയിട്ടില്ല. സോറി. റേറ്റ് നമുക്കൊരു 3,55,000 രൂപ കൊടുക്കാം. 2013 സാധാരണ നമ്മൾ കേരള വണ്ടി കാണുന്ന അതേ റേറ്റ് തന്നെയാണ്. പക്ഷെ മാനുവലി ഓട്ടോമാറ്റിക് വ്യത്യാസമുണ്ട്. ഓണർഷിപ്പ് സെയിം ഓണറാണ്. സെയിം ഓണർ ഇങ്ങോട്ട് കൊണ്ടുവന്ന. അതെ, സെയിം ആണ്. അല്ലാതെ നമ്മള് കാണുന്ന ഈ വണ്ടി ക്വാളിറ്റി കുറവ് അത്രയും കിലോമീറ്റർ തിരിച്ചിങ്ങോട്ട് വരുന്ന 23 അബി. 23 എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം പഴക്കം. ഒരു കൊല്ലം 23 2-ം മാസം വണ്ടി. ഒരു കൊല്ലം പഴക്കം ആവുന്നേ ഉള്ളൂ. ഒരു കൊല്ലം പഴക്കം ആവാൻ വേണ്ടി 20 ദിവസം കൂടെ 18 ദിവസം കൂടെ പിടിക്കും. LXi, VXi, ZXi. VXi 1 ലിറ്റർ 1 ലിറ്റർ വരുന്നുണ്ട്, 1.2 വരുന്നത്. അതിൽ 1 ലിറ്റർ ആണ്. 15-18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിട്ടും. VXi അല്ലേ ഇത്? VXi AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ്സ് നിർബന്ധമായിട്ടുള്ള കാര്യം. 2 എയർ ബാഗ് വരുന്നു. 2 എയർ ബാഗ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതെ, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പിലുള്ള 2023 വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 8000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരു 8000 കിലോമീറ്ററിനിടയിൽ എയർ ബാഗ് ചെക്ക് ചെയ്യുക, ഒന്നും ചെക്ക് ചെയ്യില്ല. ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ. 18-20 റേഞ്ചിൽ എങ്ങനെയാണ് മൈലേജ് കിട്ടും, കൺഫേം ആണ്. ഓക്കെ. നമുക്കൊരു 580 കൊടുത്തേക്കാം. 7 ലക്ഷത്തി സംതിങ് ഉണ്ട്. പുതിയൊരു വാഗണാർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് എടുക്കുന്നത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ മുതലാണോ? വാല്യൂ ഫോർ മണി അല്ലേ? വാല്യൂ ഫോർ മണിയാണ്. 580-നാണ് ഇത് വരുന്നത്. അതെ, മാക്സ് നമുക്ക് ലോൺ ചെയ്യാം. ഇത് 2020 മോഡല് XUV 300. പെട്രോൾ ആണോ ഡീസൽ? 300 എന്ന് പറയാം. 300 അങ്ങനെ പറയണ്ട. അല്ല, അതൊക്കെ സ്റ്റാൻഡേർഡ് അല്ലേ? ഐട്ടൺ ഐലോന്ന് വിളിച്ചൊരു കാലുണ്ട്. ചോക്കുന്നേരം കുഴപ്പമില്ല. ഓക്കെ. ഇത് 55,000 കിലോമീറ്റർ W4 വണ്ടി. W4 എന്ന് പറഞ്ഞാൽ W3, W2, W4 എന്നുള്ള രണ്ടാമത്തെ വേരിയന്റ്. അതെ, നിലവിൽ സിംഗിൾ ആർച്ച് ആണോ? വേറെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ. ഇത് നോർമൽ പെട്രോൾ ആണോ ടർബോ പെട്രോൾ ആണ്? ടർബോ പെട്രോൾ ആണ്. അതെ. അപ്പൊ ഇനീഷ്യൽ നല്ല പവർ ഉണ്ടാവും. അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല 50,000 സിംഗിൾ ഓണർഷിപ്പ്. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. മഹീന്ദ്രന്റെ 4 സ്റ്റാർ അല്ല 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ടാവും. എലോയ് വീൽസ് വരുന്നില്ല. ഓട്ടോ ക്ലൈമറ്റ് W4 ൽ വരുന്നുണ്ട്. അതെ, ഓട്ടോ ക്ലൈമറ്റ് വരുന്നുണ്ടോ? ഓട്ടോ ക്ലൈമറ്റ് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് ഉണ്ട്, വരുന്നുണ്ട്. ഓക്കെ. പിന്നെ 3 മോഡും ഉണ്ട് വണ്ടിക്ക്. കണ്ടതില് ഡ്രൈവിംഗ് മോഡ്സ് 3 മോഡ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇക്കോ, സിറ്റി, ഹൈവേ അല്ല സ്പോർട്ട്, കംഫർട്ട്. 660 2020 മോഡൽ ടർബോ പെട്രോൾ മഹീന്ദ്ര XUV 300 W4. അതെ, ഫുൾ ലോൺ. ഓക്കെ. 18 വടകര രജിസ്ട്രേഷൻ, KL 18 9111. ഓക്കെ. പെട്രോൾ ആണ്. അതെ. ഡീറ്റെയിൽ എങ്ങനെയാ? 2015 മോഡൽ സിംഗിൾ ആർച്ച് ഓണർ. കിലോമീറ്റർ ഇപ്പൊ 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. ആൽഫ എന്ന് പറയുന്നത് സിയാസിലുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതൊരു 6-ന് താഴേക്ക് റേറ്റ് ഉണ്ടാവുമോ? പിന്നെ 6-ന് താഴത്ത് കൊടുക്കും ഞാൻ. ആൽഫ എന്ന് പറയുമ്പോ തന്നെ എടുത്തു പറഞ്ഞതിനെ കൊണ്ട് എടുത്തു പറയുന്ന നേരം നമ്മൾ പല സ്ഥലത്ത് ഭയങ്കര റേറ്റാ കാണല്. എത്ര പറയണം? 6-ന് താഴത്ത് പറഞ്ഞ പോരെ? 6-ന് താഴത്ത് പറയരുത്. ആ പേപ്പറിൽ എഴുതി റേറ്റ് പറയണം. അപ്പം എത്ര റേറ്റ്? എത്ര? 580 കൊടുക്കും. ഡുവൽ ടോൺ വണ്ടി എടുക്കുന്ന ആൾക്ക് ഈ ഒരു വണ്ടി വർത്താണോ? പിന്നെ സിയാസ് ആൽഫ 17 മോഡൽ സിംഗിൾ ആർച്ച്. ഓക്കെ. സിഗ്മ ഡെൽറ്റ സിഗ്മ എന്നുള്ള ബേസ് ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്. എയർ ബാഗ് വരുന്നുണ്ടോ? 2017 2 എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ടല്ലേ? അതെ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒരു 85 കാർ റേഞ്ച് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വണ്ടി ടൈറ്റാ പാർക്ക് ചെയ്തത്. അപ്പം കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ? നമുക്കൊരു ഫൈനലായിട്ട് ഒരു 445 ആ റേഞ്ചിന് കൊടുക്കാം. ഫുൾ വാറന്റി കിട്ടുന്നുണ്ടോ? ഫുൾ ലോണും ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് എക്സ്പ്രസോ ആണ്. അത് CNG KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. CNG വണ്ടി എങ്ങനെയാലും 24 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടും. 24 മുകളിലേക്ക് 24, 25, 26 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ നല്ല കണ്ടീഷൻ വണ്ടി. ഓക്കെ.
LSI ആണോ VSI ആണോ? അത് ഇതിപ്പോ LXI മാത്രമേ CNG ഇറങ്ങുന്നുള്ളൂ. LSI CNG വരുന്നുള്ളൂ. അതെ. AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ബാഗും വരുന്നുണ്ട്. കിലോമീറ്റർ എത്രയായിരുന്നു ഓടിയത്? ഇപ്പൊ 50,000 ഓടിയിട്ടുണ്ട്. 5.0. എക്സ്പ്രസോ റേറ്റ് എത്ര വരുന്നത്? ഇപ്പോ നിരക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു 4,65,000 രൂപ CNG 21 വണ്ടി കൊടുക്കാം. ഓക്കെ, 21 മോഡൽ വണ്ടിയാണ്. അപ്പൊ എന്തായാലും കമ്പനി വാറണ്ടി ഉണ്ടാവും ചെയ്യും. കമ്പനി വാറണ്ടി ഉണ്ടാവും. ഓക്കെ, അതൊരു ഇഗ്നീസ് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ ഇഗ്നീസ്. ഓൺലി 18,000 കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ. അർബൻ SUV വേരിയന്റ് ഏതാ? സിഗ്മ ഡെൽറ്റ. ഇത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞ ബേസ് ആണ്. AC പോർഷനിൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് മാത്രമേ. 2 എയർ ബാഗ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എയർ ബാഗ് വരുന്നുണ്ടല്ലോ. 2 എയർ ബാഗ് വരുന്നുണ്ട്. അതെ. ഇത്രയായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. കമ്പനി 2019 മറ്റേ നിയമം പാസ്സായിട്ടുണ്ടായിരുന്നു. എല്ലാ വണ്ടിക്കും 2 എയർ ബാഗ് വേണം. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് പറയാൻ ഒന്നുമില്ല വണ്ടിക്ക്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ നല്ല കണ്ടീഷൻ വണ്ടി, നല്ല മെക്കാനിക്കൽ വണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 475. 475. ഓക്കെ, 2019 പറഞ്ഞേ. 17 4.3 ഒക്കെ നല്ല റേറ്റ് അല്ല. ലോ കിലോമീറ്റർ. 17 ഓക്കെ. പുതിയ ഇഗ്നീസിന് എത്ര റേറ്റ് വരുന്നുണ്ടോ? പുതിയ ഇഗ്നീസിന് ഇപ്പൊ ബേസിന് തന്നെ 7 ലക്ഷത്തി സംതിങ് എത്ര വരുന്നുണ്ടോ? ബേസിന് തന്നെ സിഗ്മ. അതിപ്പോ അടുത്തത് ഹോണ്ടയുടെ അമേസ് ആണ്. അതെ, 2017 മോഡല്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് ഇപ്പൊ ഡീസൽ S വേരിയന്റ്. ഡീസൽ ID.Tech എഞ്ചിനിൽ ഏകദേശം 20-ന് പുറത്ത് മൈലേജ് കിട്ടും. വേരിയന്റ് ഏതാ വരുന്നത്? ഇത് S പറഞ്ഞല്ലേ, S എന്നുള്ള വേരിയന്റ് സെക്കൻഡ് RC ഓണർ വണ്ടി. ഓക്കെ, AC പോസിറ്റീവ് 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ? അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടോ? അതെ. ഏകദേശം നല്ല എയർ ബാഗ് വരുന്നുണ്ടാവില്ലേ 2017 S ലെ? ഇല്ല, എയർ ബാഗ് ഇല്ല. എയർ ബാഗ് വരുന്നില്ല. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 90,000. ഓക്കെ, നമ്മളെ 1 ഇയർ നമ്മുടെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അല്ല ഹോണ്ടനെ സംബന്ധിച്ച് ആ ഒരു കിലോമീറ്റർ വലിയൊരു ഇഷ്യൂ ഇല്ല. സർവീസ് ഒക്കെ പ്രോപ്പർ ആണ്. അതെ, പ്രോപ്പർ ആണ്. കമ്പനി സർവീസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടി. ഹെഡ് ലാമ്പ് കുറച്ച് കളർ ഫെയ്ഡ് അതോടൊപ്പം മനസ്സിലായില്ല, റീപ്ലേസ് തട്ടിട്ടില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാ? റേറ്റ് നമുക്ക് ഒരു 5,75,000 രൂപ കൊടുക്കാം. 5,75,000 2017 ഹോണ്ട അമേസ് S വേരിയന്റ് ഡീസൽ വണ്ടി. എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടാവോ? ഒരു ജനറൽ സർവീസ് എന്തായാലും ചെയ്യണമെന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. മഹീന്ദ്രയുടെ വാല്യൂഷൻ തന്നെയാണ്. സ്റ്റാർട്ട് വരുന്നുണ്ടാവും, 2 എയർ ബാഗ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവും, OE alloy wheels വരുന്നുണ്ട്, പിന്നെ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നു. എയർ ബാഗ് 2 എണ്ണം ഉണ്ടാവും, കീലെസ് എൻട്രി ആണ്, ഓട്ടോ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്ന ബലേനോ. അത് റെഡ് നല്ല മുത്ത് കളറിൽ നല്ല നൈസ് കളർ. റീപെയിന്റിങ് അങ്ങനെ കയറിയിട്ടില്ല. ഒരു വണ്ടി പോളിഷ് എല്ലാം ചെയ്തിട്ട് നേരെ കൊണ്ടുവന്നേ, അതുകൊണ്ട് ഒരു എന്താ പറയാ, ഒരു കമ്പനി പെയിന്റിന്റെ ഒരു ഗ്ലേസിങ് നല്ലപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ വേറെ ഒരു മൊത്തത്തിൽ നോക്കിയിട്ടില്ല. സൈഡ് നോക്കുന്ന നേരം വേറെ ടച്ച് ചെയ്തതായിട്ട് ഒരു ഫീലിംഗ് ഇല്ലല്ലോ. ഇല്ല. KL11 BC മോഡൽ ഏതായിരുന്നു? 16 സീറ്റ്. റേറ്റ് എത്രയാണ് വരുന്നത്? 6 lakhന് കൊടുക്കാം. 6 lakhന് 2016 സിംഗിൾ സീറ്റ് 49,000 കിലോമീറ്റർ ആണ്. പുതിയ സീറ്റൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ടോ? പുതിയ സീറ്റ് 10-ന്റെ പുറത്ത് 10-11 ഉറുപ്പ്യുണ്ട്. 10-11 ഉറുപ്പ്യ പുതിയ സീറ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതില് മഹീന്ദ്രന്റെ വാറണ്ടി ചെയ്യാൻ പറ്റുമോ? 1 year വാറണ്ടി നമുക്ക് കൊടുക്കാം. 1 year വാറണ്ടി കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ അവർക്ക് പുതിയ വണ്ടിയിലേക്ക് എന്നുള്ളൊരു ചിന്ത വരും. അതാണ് എടുത്ത് ചോദിച്ചത്. പുതിയ വണ്ടിക്ക് പിന്നെയും കൊടുക്കണ്ടേ? ഒരു 6 lakhന്റെ അല്ല 4 lakhന്റെ അടുപ്പിച്ച് പിന്നെയും കൊടുക്കണ്ടേ? ശരി, അല്ല ഏകദേശം 15 വർഷത്തെ പകുതി ആയല്ലോ. 8 വർഷം ആയല്ലോ. അതെ. ഓക്കെ, ഇനി ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. മാക്സിമം ലോൺ എല്ലാ വണ്ടികൾക്കും ഫുൾ ലോൺ തന്നെയാണ്. അതെ, മാക്സിമം ലോണാണ്. ചെറിയൊരു എമൗണ്ടേ കൈവന്ന് കാണും. ശരി, കസ്റ്റമർ കൂടുതൽ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ അത്ര EMI വ്യത്യാസം കുറവുണ്ടാവും. ഓക്കെ, അടുത്ത സ്വിഫ്റ്റ് അല്ലേ ഇത്? അതെ, സ്വിഫ്റ്റ് 2020 മോഡൽ സ്വിഫ്റ്റ്. LSI VXI. ഇത് VXI വണ്ടി 28,000 കിലോമീറ്റർ. 2021 20 വണ്ടി. എക്സ്റ്റൻഡഡ് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാ? ചെയ്തിട്ടില്ല. ഇല്ല. ഫീച്ചർ സൈഡിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും, AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതെ,
ഇൻബിൽട്ട് കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടാവും. പിന്നെ 2 പുതിയ ടയർ ഫ്രണ്ട് രണ്ടിലും. ഓക്കെ. പിന്നെ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് കമ്പനി ക്ലെയിം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു ബമ്പർ ക്ലെയിം ചെറിയ അങ്ങനത്തെ ലൈറ്റ്, വേറെ ഒന്നുമില്ല. ബമ്പർ ക്ലെയിം ഓക്കെ, അതല്ലാതെ ബോണറ്റ് അങ്ങനെയൊന്നും ബാക്ക് ബമ്പർ എന്തെങ്കിലും അങ്ങനെ ക്ലെയിം ഒന്നും കേറിയിട്ടില്ല. 18, 20, 22 റേഞ്ചിലൊക്കെ പെട്രോള് മൈലേജ് വെയിറ്റ്ലെസ് ആണ് വണ്ടി. അതിന് മൈലേജ് കിട്ടും. 845 കിലോ റേഞ്ചിലേ വരുന്നുള്ളൂ. അതിനെക്കൊണ്ട് നല്ല മൈലേജ് പെട്രോൾ തന്നെ നമുക്ക് റിവ്യൂസിൽ കാണാറുണ്ട്. റേറ്റ് എത്രയാണ് വരുന്നത്? 20. ഇത് നമുക്ക് ഒരു 635 കൊടുക്കാം. 635. 23 വണ്ടിക്ക് 8 വാറന്റി കിട്ടുമല്ലോ. വാറന്റിയും കിട്ടും. 2 വർഷം മഹീന്ദ്രയുടെ വാറന്റി. 2 വർഷം മഹീന്ദ്രന്റെ വാറന്റിയും കിട്ടും. ടിയാഗോ 2021 വണ്ടി. സിംഗിൾ RC ഓൺലി അബി ലോ കിലോമീറ്ററാ. ടിയാഗോ അതായത് 2024 ഈ വർഷം വരെ കമ്പനി വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 22,000 കിലോമീറ്റർ. ഒരു 6,400,000 കൊടുക്കൂ. അങ്ങനെ പറയല്ലേ, അതിൽ ഇത് കുറച്ച് കൊടുക്കാം. 6 രൂപയ്ക്ക് കൊടുക്കൂ, 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കൂ. 595 കൊടുക്കാം. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നമില്ല. ഒന്നുമില്ല. നമ്മൾ കുറച്ച് മുന്നേ വേറൊരു ടിയാഗോ നമ്മൾ കണ്ടത് 2020 XZ 21 രജിസ്ട്രേഷൻ. നമ്മള് 2019 20 രജിസ്ട്രേഷൻ 20 വണ്ടി തന്നെ. സ്വിഫ്റ്റ് VXi 19 മാനുഫാക്ചർ 20 രജിസ്ട്രേഷൻ അല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. LXi VXi ZXi VXi വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ആണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. നമുക്കൊരു 5,900 കൊടുക്കാം. 5,900 2019 2020 സ്വിഫ്റ്റ് VXi. അതെ. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോസ് വരുന്നുണ്ടാവും. അതെ. എയർ ബാഗ് ഉണ്ടാവില്ല. 2 എയർ ബാഗ് ഉണ്ടാവല്ലോ. 2 കൊടുക്കാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. ലോൺ നമുക്ക് 560 വരെ കൊടുക്കാം. 560 ലോൺ കിട്ടും. അതെ കൊടുക്കാം. ഓക്കെ. അതിന്റെ മുകളിൽ നോക്കാം, അതും നോക്കാം. ശരി. പിന്നെ അടുത്ത വണ്ടി നമുക്ക് നോക്കാം. 2 വർഷത്തെ വാറന്റി കൊടുക്കും. അതും കൊടുക്കാം. ഓക്കെ. അടുത്ത ഇത് സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക്. ZXi ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. പക്ഷേ എലോയ്സിൽ വ്യത്യാസമുണ്ട്. എലോയ്സിൽ ZXi ആണ്. അന്നേരം കമ്പനി ആഫ്റ്റർ മാർക്കറ്റ് എലോയ് ആണ്. ഓക്കെ. ഫീച്ചർ സൈഡിൽ ഇന്റീരിയർ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്സ് വരുന്നുണ്ടാവും. 2 എയർ ബാഗ് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇതൊക്കെ ഉണ്ടാവും. കീലെസ് എൻട്രി ആയിരിക്കും. അതെ. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടോ, ബ്ലൂടൂത്ത് ഉൾപ്പെടെ ഉള്ളത്. അതെ. ആഫ്റ്റർ മാർക്കറ്റ് എലോയ്സ് ആണ് ചെയ്തത്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 80,000 ഓടിയിട്ടുണ്ട്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഔ, കുറെ വണ്ടികൾക്ക് ശേഷം ഒരു വണ്ടിക്ക് ഫ്രണ്ടില് ഗ്യാപ്പ് ഉണ്ട്, ഫ്ലോറിൽ കാണിക്കാൻ പറ്റും. KL60Q 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. ഫാൻസി നമ്പർ 600 എന്നുള്ള ഫാൻസി നമ്പറാണ്. അതെ. സ്വിഫ്റ്റ് ZXi ഓട്ടോമാറ്റിക് റേറ്റ് എത്രയാണ്? നമുക്കൊരു 620 കൊടുക്കാം. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. വാറന്റി കൊടുക്കാൻ വേണ്ടി വാറന്റി കൊടുക്കാനും പറ്റും നമുക്ക്. 2019 മോഡൽ ഒരു ആമിയോ, അത് ഓട്ടോമാറ്റിക് ഡീസൽ. അത് DCT ആണ്. 4 പുത്തൻ യൊക്കോഹാമയുടെ ടയർ കാര്യങ്ങളൊക്കെ, ഹൈലൈന് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ. സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, അതേപോലെ തന്നെ 7 സ്പീഡ് അല്ല ഇതിന്റെ DC 7 സ്പീഡ് TDI എന്നുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായാലും 20ന്റെ അടുത്ത് മൈലേജ് കണ്ണുകൂട്ടി കിട്ടുന്നുണ്ട്. കിട്ടും. നല്ല വണ്ടിയാ, അടിപൊളി വണ്ടി, പറക്കുന്നുണ്ട് വണ്ടി. ഡീസൽ ബോഡി ഷേപ്പ് നല്ല പോലെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കിലോമീറ്റർ 90,000 ഓടി. സ്വാഭാവികം. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓടും. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ അല്ല, സെക്കൻഡ്. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഒക്കെ ഉള്ള ട്രിവാൻഡ്രത്തുള്ള രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. നിലവിൽ വർക്ക് എന്തെങ്കിലും ചെയ്യണം? എടുക്കുക പോവുക. റേറ്റ് എത്ര വരുന്നത്? നമുക്കൊരു 6,85,000 രൂപ കൊടുക്കാം. മോഡൽ 19 വണ്ടി. 19 ഹൈലൈൻ എമിയോ ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. കൂടുതലല്ലോ, ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഇപ്പം അത്യാവശ്യം എൻക്വയറി വരുന്നതാണ്. അതെ. പിന്നെ അത്യാവശ്യം നല്ല വണ്ടിയാണ്, നല്ല വിലയ്ക്ക് എന്തായാലും വിറ്റ് കൊണ്ടാണ്. ഇതെങ്ങനെ വരുന്നത്? വാഗണാർ 2016 മോഡൽ ഓട്ടോമാറ്റിക്. AMT. നിലവിൽ ഇപ്പോൾ സിംഗിൾ ആസ് ഓണറാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ വേറെ പറയത്തക്കൊരു റീപ്ലേസ് ഉണ്ടോ വെച്ചാൽ ഒരു മെയിൻ ക്ലാസ് ഒന്ന് മാറിയിട്ടുണ്ട്. വെറുതെ അങ്ങ് മാറി. പിന്നെ ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതെ. VXi വണ്ടി അത്യാവശ്യം
കുഴപ്പമില്ല. കുഴപ്പമില്ല. 16 പറഞ്ഞല്ലേ? 16 വണ്ടി ഓട്ടോമാറ്റിക്. 16 ഓട്ടോമാറ്റിക് കെ സീരീസ് എഞ്ചിനിൽ AMT ട്രാൻസ്മിഷൻ 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. റീപ്ലേസ് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് എത്ര വരുന്നത് 2016 വാഗണറിന്? നമുക്കൊരു 395 കൊടുത്തേക്കാം. 395 2016 വാഗണർ AMT 50,000 കിലോമീറ്റർ. അതെ. വാറണ്ടി 1 ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാം. ഓക്കെ. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ശരി. അടുത്ത കാണിച്ചു കൊടുക്കാലോ. 2018 KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. അതെ. LXI ആണോ VXI ആണോ? ഇത് VXI ആണ്. VXI എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മിറർ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതെ. കെ സീരീസ് എഞ്ചിനിൽ ഏകദേശം 15-18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഇതിപ്പോ 79,000 കിലോമീറ്റർ ഓടി. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒരു മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. വെറുതെ മാറിയതാണോ അല്ലെങ്കിൽ ഇടിച്ചു മാറിയതാണോ? ഇടിച്ചു മാറിയതല്ല, കമ്പനി ഹിസ്റ്ററിയിലുള്ള. കമ്പനി ഹിസ്റ്ററിയിലില്ല. ഓക്കെ. കിലോമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 79,000 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. ഓക്കെ. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ നല്ല കണ്ടീഷൻ വണ്ടി. റേറ്റ് എത്രയാണ് വരുന്നത്? റേറ്റ് ചെയ്ത് ഇപ്പോ 4,25,000 രൂപ നമുക്ക് കൊടുക്കാം. 2018 മോഡൽ വാഗണർ. വാറണ്ടി ഇൻക്ലൂഡഡ്. KL13 രജിസ്ട്രേഷൻ വരുന്ന ഗ്രാൻഡ് ഐട്ടൺ ആണ്. അതെ. 2014 മോഡൽ സ്പോർട്സ്. പിന്നെ വേറെ സിംഗിൾ ആസ് ഓണറാണ്. 70,000 കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും അങ്ങനത്തെ ഒന്നും കയറിയിട്ടില്ല. മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. കാപ്പ 1.2 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും. 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന 2014 വരുന്ന ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ്. അതെ. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടോ? എയർ ബാഗ്സ് വരുന്നുണ്ടോ? അന്ന് എയർ ബാഗ് വരുന്നില്ല. 14 എയർ ബാഗ് വരുന്നില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് സ്പോർട്സിൽ. 14. റേറ്റ് എത്ര വരുന്ന വണ്ടിക്ക്? നമുക്കൊരു 340 കൊടുക്കാം. 340. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? കിലോമീറ്റർ 70,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മഹീന്ദ്രന്റെ വാറണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? 14 മാസം നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ശരി. ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ട്? മാക്സിമം ലോൺ. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വാറണ്ടി കിട്ടുന്ന, അത്യാവശ്യം മാർക്കറ്റ് റേറ്റിനെ കമ്പയർ ചെയ്യുന്നേരം അത്യാവശ്യം വില കമ്പാരിറ്റീവ്ലി കുറവുള്ള വണ്ടികളാണ്. ഈ വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഓട്ടോബോട്ടിലെ കോൺടാക്ട് നമ്പർ നേരെ താഴെയും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവർ വിളിച്ചിട്ട് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നുണ്ടാവും. വണ്ടികൾ ചെക്ക് ചെയ്ത് തന്നെ എടുക്കുക. അതേപോലെ തന്നെ വാറണ്ടി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.